ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സരോജിനി മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഡൽഹിയിൽ ആണ് സരോജിനി മാർക്കറ്റ് വരുന്നത്. ചീപ്പസ്റ്റ് മാർക്കറ്റാണ് കേട്ടോ. വൺ ഓഫ് ദ ചീപ്പസ്റ്റ് മാർക്കറ്റ് ഇൻ ഇന്ത്യ ആണ് സരോജിനി എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ സരോജിനിയിൽ പോയിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നേരത്തെ 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് പേടിയായിരുന്നു കേട്ടോ, ബിക്കോസ് എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയും നോക്കണം സൂക്ഷിക്കണം എന്നൊക്കെ. ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഒറ്റയ്ക്ക് പോയപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ബി ടുഡേ. ഇന്നൊരു സൺഡേ ആണ്, സോ എനിക്കറിയില്ല എങ്ങനെയായിരിക്കും എന്ന്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളത്. സോ ഞങ്ങൾ സരോജിനിയിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സസൊക്കെ എടുക്കാമെന്ന് കരുതി, ബിക്കോസ് വി ആർ പ്ലാനിങ് ഫോർ എ ട്രിപ്പ് യുനോ. അങ്ങനെ നമ്മൾ പോവാട്ടോ. ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് എനിക്ക് ഇന്നത്തെ എൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. ഈ 1000 റുപ്പീസിൽ എനിക്ക് ഒരു സൈക്ലിംഗ് വേണം, പിന്നെ ഒരു വൈറ്റ് ഇന്നർ വേണം, പിന്നെ എനിക്കൊരു വൈറ്റ് ഡ്രസ്സ് വേണം, ലൈക്ക് യുനോ ലോങ് ഡ്രസ്സ്, വൈറ്റ് ലോങ് ഡ്രസ്സ് വേണം. പിന്നെന്താ, പിന്നെ എനിക്ക് ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പ് വേണം. യുനോ നോർമലി നമുക്കിത് ഇത്രയും 1000 രൂപക്കൊന്നും കിട്ടില്ല, ബട്ട് ടുഡേയ്സ് മൈ ബഡ്ജറ്റ് ഈസ് 1000 റുപ്പീസ്. ലെറ്റ് സി ഇഫ് ഐ ക്യാൻ ഗെറ്റ് all these things under 1000, and I don't know ഇത് 1000-ന് മേലെ പോകുമെന്ന്, ബട്ട് സ്റ്റിൽ ലെറ്റ് സി. ഞാൻ വീഡിയോൻ്റെ അവസാനം ഞാൻ എടുത്ത ഡ്രസ്സും അതൊക്കെ നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ഓട്ടോയിൽ പോകാൻ എളുപ്പമാണ് കേട്ടോ, അത്ര ദൂരമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഓട്ടോ എടുത്ത് പോയി. പിന്നെ നമ്മൾ പോയപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഇതിപ്പോൾ 50 രൂപയ്ക്കുള്ള ജീൻസാണ് ഈ കാണുന്നതൊക്കെ. എല്ലാം 50 റുപ്പീസാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തുള്ള എല്ലാ സാധനത്തിനും 50 റുപ്പീസായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയെടുത്ത നല്ല സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ നല്ല തിരക്കായിരുന്നു. അതായത് ഒരു ഗേറ്റിൽ കൂടെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല, കയറിയാൽ പുറത്തിറങ്ങാനും പറ്റില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. ഞങ്ങളൊരു ഗേറ്റിൽ കൂടെ കയറി ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് നോക്കി നടന്നത് ഞങ്ങളെ ജനങ്ങൾ എങ്ങോട്ടോ കൊണ്ടുപോയി എത്തിച്ചു. ഇതിപ്പോൾ 2ാമത്തെ ഗേറ്റാണ്. ഇത് കൂടെ കയറാനും നോക്കി, ഞങ്ങൾക്ക് ഇത് കൂടെ കയറാനും പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമായിരുന്നു, പക്ഷേ ഇവിടെ ഇത്രയും തിരക്കുള്ളത് കാരണം നെറ്റ്വർക്കും റിസപ്ഷനും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 80 റുപ്പീസ്, 50 റുപ്പീസ്, 150 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ നോക്കിയെടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. പക്ഷേ രാവിലെ പോകണം. രാവിലെ പോയാലേ നമുക്ക് സമാധാനമായിട്ട് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വൈകുന്നേരം പോയാൽ കുറച്ചുകൂടെ റഷ് ഉണ്ടാകും. ഇതിപ്പോൾ സൺഡേ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. നല്ലതെന്ന് വെച്ചാൽ ഒരുപാട് റഷ് ഉണ്ടായിരുന്നു. കുറേ പേര് അങ്ങോട്ട് പോകുന്നു, കുറേ പേര് ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെ ഭയങ്കര ഇതുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലേറ്റ് നൈറ്റ് ആയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ബാഗിൻ്റെയും സ്വെറ്റേഴ്സിൻ്റെയും. ഇപ്പോൾ വിൻ്റർ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ വിൻ്റർ കളക്ഷൻസാണുള്ളത്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും. എനിക്ക് ഓൾറെഡി ഇവിടെ വിൻ്റർ വരുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ജലദോഷമൊക്കെ ആയി ഇതായി. വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ചില സാധനത്തിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റും. ചില സാധനത്തിൽ നിങ്ങൾക്ക് ഫിക്സഡ് റേറ്റ് ആയിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ 100 രൂപയുടെ നല്ല നല്ല സ്വെറ്റേഴ്സൊക്കെ ആയിരുന്നു കേട്ടോ. ഗൈസ്, സോ ഞാൻ സരോജിനി പോയിട്ട് തിരിച്ചു വന്നു. ഈ കാണുന്നതൊക്കെ ആക്സസറീസ് എല്ലാം തണുത്ത് മനുഷ്യൻ പണ്ടാറടങ്ങി ചാവാൻ പോയപ്പോൾ ഈ സാധനം വെച്ചു. വാങ്ങിച്ച സ്വെറ്റർ ഓട്ടോറിക്ഷയുടെ മേലെ തന്നെ ഞാൻ ഇട്ടു. സോ ഗൈസ്, വി ആർ ബാക്ക്. അപ്പം ഞാൻ വാങ്ങിച്ചത്, ഞാൻ ബഡ്ജറ്റ് 1000 രൂപ പറഞ്ഞിട്ട് പോയതായിരുന്നേ, പക്ഷേ അത്രയൊന്നും വന്നില്ല. എനിക്ക് ആവശ്യമുള്ള സാധനത്തിൽ നിന്ന് ഞാൻ 4 സാധനം പറഞ്ഞില്ലേ, എന്നാൽ ഒരു സാധനം ഓൾറെഡി ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ ഒരു വൈറ്റ് ലോങ് ഡ്രസ്സ് ഇഷ്ടം പോലെ, നിങ്ങൾ കണ്ടില്ലേ തിരക്കായിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ലേ. പിന്നെ ഞാൻ എന്തായാലും തണുപ്പുള്ള പ്രദേശത്തിലോട്ട് പോകുന്നത് കൊണ്ട് ഒരു സ്വെറ്റർ വാങ്ങി. യുനോ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ മലയാളം കേട്ടിട്ട് കളിയാക്കുന്നു. ദേ ആർ ഫ്രം നാഗാലാൻഡ്, ദേ ഡോണ്ട് നോ മലയാളം. ഹു കേഴ്സ്? ഓക്കെ, ദിസ് സ്വെറ്റർ ഞാൻ വാങ്ങി ഗൈസ്. ഇറ്റ് വാസ് ലൈക്ക് 100. ഈ സ്വെറ്ററിന് 100 ആയി. ഓക്കെ, ദിസ് ഇസ് എ നൈസ് സ്വെറ്റർ യുനോ. മൂവിങ് ഓൺ, ദിസ് തിങ് ഗ്രീൻ ഡ്രസ്സിൻ്റെ താഴെ ഇടാൻ വേണ്ടി വാങ്ങിയത് കേട്ടോ. ഇന്നർ എന്നൊക്കെ പറയാം, പക്ഷെ കുറച്ച് ലോങ് ആണ്. ബട്ട് ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ദിസ് ഓൺ. ദിസ് വാസ് 80 റുപ്പീസ് ഗൈസ്, ജസ്റ്റ് 80. കെൻ യു ബിലീവ് ഇറ്റ്? എൻ്റെ സാധനം അത്രയേ ഉള്ളൂ. പിന്നെ ഞാനൊരു അണ്ടർ ഗാർമെൻറ്റ് വാങ്ങി, അത് പിന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ദിസ് ഈസ് ലൈക്ക് എൻ്റെ ഫ്രണ്ട് വാങ്ങിയ സ്കേർട്ടാണ്. ഹൗ മച്ച് വാസ് ദിസ്? 150. ഇതിന് 150 ആയി ഗൈസ്. This is nice skirt, winter skirt type of thing. This is good. Pinna she bought this Korean wala jacket, which was, you know, uncle ഞങ്ങളോട് പറഞ്ഞു 100 rupees. ഇത് തൊട്ടപ്പോൾ പറഞ്ഞു 250. So we bought it for 220, but good deal, right? It's a good deal.
220 के लिए this is good guys. So this was my Sarojini haul. I hope you guys like it. Bye bye.